എല്ലാവർക്കും നമസ്കാരം. ദിസ് ഈസ് യുവർ അഭിജിത്ത് എസ് ഭാരതി. കഴിഞ്ഞ ദിവസത്തെ ഒരു ചോദ്യം ഇതായിരുന്നു: എന്തുകൊണ്ടാണ് കേരളത്തിലെ തീയ ജാതി വിഭാഗം നാരായണ ഗുരുവിനോട് ഇത്രയും അധികം വെറുപ്പും വിദ്വേഷവും പകയും കൊണ്ട് നടക്കുന്നത് എന്നതായിരുന്നു. അതിൻ്റെ ഉത്തരത്തിലേക്കാണ് ഇപ്പോൾ കടക്കാൻ പോകുന്നത്. നാരായണ ഗുരുവിൻ്റെ കുറേ നവോത്ഥാന ആശയങ്ങളും നവോത്ഥാന മൂവ്മെൻറ്റുകളും ഒക്കെ ഉണ്ടായിരുന്നു. പ്രാകൃതമായ ദ്രാവിഡ ദൈവങ്ങളെയെല്ലാം വലിച്ചെറിയുവാൻ നാരായണ ഗുരു ആഹ്വാനം ചെയ്തു. അത് ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് നടന്ന സ്ഥലമെന്ന് പറയുന്നത് തിരുവിതാംകൂറിലും മധ്യ തിരുവിതാംകൂറിലും ഒക്കെയാണ്. അതായത് വെളിച്ചപ്പാട് തുള്ളുക, അതുപോലെ തന്നെ മുടിയേറ്റുക, അതുപോലെ തന്നെ മൃഗങ്ങളെ ബലി കൊടുക്കുന്നത്, മാടൻ, മർദ, പേയ്, ചാത്തൻ, കുട്ടിച്ചാത്തൻ തുടങ്ങിയിരിക്കുന്ന ദ്രവീഡിയൻ ദൈവങ്ങളെയൊന്നും നാരായണ ഗുരുവിന് സ്വീകാര്യമായിരുന്നില്ല. കാളിയെയും ഒരു പരിധിവരെ അദ്ദേഹം വെറുത്തിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം കാളി, നല്ലച്ഛൻ, നല്ലമ്മ തുടങ്ങിയിരിക്കുന്ന ദേവതകളെയൊക്കെ കൂടെ മനസ്സോടെ അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തു കൊണ്ടുവരികയും കൂടെ ആയിരുന്നു. അദ്ദേഹം പല ക്ഷേത്രങ്ങളും തകർത്ത് കളഞ്ഞതിൻ്റെ ചരിത്ര രേഖകളും റിപ്പോർട്ടുകളും ഉണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതെന്ന് പറയുന്നത് പിശാചുക്കളും പ്രാകൃത ദൈവങ്ങളും ദുർദേവതകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ആയിരുന്നു. എന്നാൽ ഈ നാരായണ ഗുരു ദുർദേവതകൾ എന്ന് കരുതി വെച്ചിരുന്ന ദേവതകളെയാണ് തീയ വിഭാഗം അന്നും ഇന്നും എന്നും പൂജിക്കുന്നത്. തീയർ മാത്രമല്ല, വടക്കൻ കേരളത്തിലെ നമ്പ്യാർ വിഭാഗങ്ങളും നായർ വിഭാഗങ്ങളും അടിയോടി വിഭാഗങ്ങളും അടിവിഭാഗങ്ങളും ഒക്കെ തന്നെ പൂജിക്കുന്നത് ഇത്തരത്തിലുള്ള ദേവതകളെയാണ്. കാരണം അവരിപ്പോഴും ഈ കോഴി, ആട് തുടങ്ങിയിട്ടുള്ള ജീവികളെയൊക്കെ ബലി കൊടുക്കുകയും പൂജിക്കുകയും രക്തം കൊടുക്കുകയും മാംസക്കറി കൊടുക്കുകയും ഒക്കെ ചെയ്യും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുത്തപ്പൻ ക്ഷേത്രങ്ങളും ഒക്കെ തന്നെ. തെയ്യം, തിറ തുടങ്ങിയിരിക്കുന്ന അനുഷ്ഠാനങ്ങളെയൊക്കെ ശക്തമായ ഭാഷയിൽ നാരായണ ഗുരു എതിർത്തിട്ടുണ്ട്. നമുക്കറിയാം, വടക്കൻ കേരളത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ജീവശ്വാസം പോലെയാണ് തെയ്യം എന്ന് പറയുന്നത്. നാരായണ ഗുരുവിന് ഇതൊരിക്കലും സ്വീകാര്യമായിരുന്നതേയില്ല. എന്നാൽ വടക്കൻ കേരളത്തിൽ നാരായണ ഗുരു ചില ക്ഷേത്രങ്ങളൊക്കെ പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വടക്കൻ കേരളത്തിലെ തീയ വിഭാഗത്തിലെ ചില മനുഷ്യരൊക്കെ നാരായണ ഗുരുവിനെ സ്വാഗതം ചെയ്യുകയും അവിടെ ആനയിച്ച് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ നാരായണ ഗുരുവിൻ്റെ പ്രസ്ഥാനങ്ങൾക്കും തെയ്യത്തിനോടും വടക്കൻ കേരളത്തിൻ്റെ ദ്രാവിഡ സംസ്കാരത്തിനോടും ശക്തമായ ഒരു അറപ്പും വെറുപ്പുമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ കാണിച്ചതുപോലെ അതിക്രമങ്ങളൊന്നും SNDPയും നാരായണ ഗുരുവൊന്നും വടക്കൻ കേരളത്തിൽ നടത്തിയിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. കാരണം മധ്യ തിരുവിതാംകൂറിലും തിരുവിതാംകൂറിലുമായി ഉണ്ടായിരുന്ന അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ ഒരുപാട് ക്ഷേത്രങ്ങൾ നാരായണ ഗുരു തല്ലിപ്പൊളിച്ച് കളയുണ്ടായിരുന്നു. അതിൻ്റെ ചില ഗ്ലിംസസ് നാരായണ ഗുരുവിനെ പറ്റി എടുത്തിരുന്ന ഡോക്യുമെൻ്ററി ഫിലിമായിരുന്ന യുഗപുരുഷൻ എന്ന സിനിമയിലും കാണിക്കുന്നുണ്ട്. നാരായണ ഗുരു വന്നിച്ച് ഒരു കമ്പ് കൊണ്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ആൽച്ചവിട്ടിലോ മറ്റ് വൃക്ഷച്ചവിട്ടിലോ ആയിരുന്ന ദേവതകളൊക്കെ തല്ലി ഉടച്ച് കളഞ്ഞ് ഈ ദേവതകളൊക്കെ ദുർദേവതകളാണെന്നും ഒക്കെ പറഞ്ഞ് അതിനെ നിഷ്കാസനം ചെയ്യുന്ന ഒരു രംഗം കൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നാരായണ ഗുരു ശക്തമായ പ്രതിഷേധങ്ങളാണ് തീയ വിഭാഗത്തിൻ്റെ ആരാധനാ സമ്പ്രദായത്തിന് എതിരെ നടന്നത്. മദ്യം കൊടുക്കുന്നത്, മാംസം കൊടുക്കുന്നത്, മാംസക്കറി കൊടുക്കുന്നത്, ഇതൊക്കെ ശക്തമായ രീതിയിൽ നാരായണ ഗുരു എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് തീയ വിഭാഗത്തിന് നാരായണ ഗുരുവിനോട് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകുവാനുള്ള പ്രധാനമായ മൂലകാരണങ്ങളിൽ ഒന്ന്.